IDFും ഇസ്രായേൽ സർക്കാരും വീണ്ടും കൊമ്പ് കോർക്കുകയാണ്. ഉന്നത സൈനിക മേധാവികളെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് IDFിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് IDFിന്റെ പരാതി. ER ഷമീർ ഇപ്പം തന്നെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രിയോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങളുടെ ജോലി ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവിടെ പൂർണ്ണമായിരിക്കുന്ന വിജയ മുന്നേറ്റവും ഇസ്രായേൽ സർക്കാർ ഉണ്ടാക്കി തരിക എന്നുള്ളത് ആ ഭാഗം ശ്രദ്ധിച്ചാൽ മതി എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് IDF സംഘത്തിന് മൂക്ക് കയറിടുന്ന ഒരു പ്രവർത്തനം ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളും നിലപാടുകളും അപ്പാടെ തന്നെ സ്ഥിരീകരിക്കാനോ അതിനനുസരിച്ച് ഒരു പാഠപുസ്തകം പോലെ പ്രവർത്തിക്കാനോ ഒരിക്കലും സാധ്യമല്ല. ഗസയുടെ അവസ്ഥ സാഹചര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന ഒരു കൃത്യമായിരിക്കുന്ന പഠനം നടത്താൻ വേണ്ടി IDFന് സാധിക്കാത്തതാണ് വലിയ രീതിയിലുള്ള മരണങ്ങളും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളും ഇസ്രായേലിൽ തന്നെ ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. അപ്പോൾ ചില ലക്ഷ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രമാണ്, സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗസക്കകത്തുള്ള ഈ വിഷയങ്ങൾ, ഈ പ്രതിസന്ധിയെല്ലാം അങ്ങനത്തതാണ്, നടക്കാത്ത കാര്യങ്ങളാണ്. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇടങ്ങളിലിരുന്ന്, അതായത് ബങ്കർ പോലെയുള്ള വലിയ ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് IDF സംഘത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നത്. എന്നാൽ ഗസക്കകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടുന്ന സൈനിക ശ്രേണികളോ സംവിധാനങ്ങളോ ഒന്നും അവിടെയില്ല. അവരൊക്കെ ഒളിപ്പോർ യുദ്ധമാണ്. ഇസ്രായേലിന്റെ സൈന്യം നേർക്കുനേരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഒളിപ്പോർ യുദ്ധം ചെയ്യുന്നു. ഒളിപ്പോർ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് മുൻപിലൂടെ തന്നെ ആയിരിക്കില്ല, പിറകിലൂടെയും വെടിവെപ്പ് നടക്കും. അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള മരണങ്ങളും ഉണ്ടാവും. മാത്രവുമല്ല IDF സംഘത്തിൽപ്പെട്ട സൈനികർ മരണപ്പെടുകയോ അതല്ലെങ്കിൽ അത്തരം രൂക്ഷമായിരിക്കുന്ന ആക്രമണത്തിൽ ഈ സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്താൽ ഇവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇസ്രായേൽ സർക്കാർ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. ഒക്ടോബർ 7 അക്രമത്തോടെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് 250ഓളം ഇസ്രായേലികളെയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ അതിനുശേഷം നടന്നിരിക്കുന്ന 1.25 വർഷത്തോളം ഏകദേശം നടത്തിയിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല സൈനികരും ഗസയിൽ വെച്ച് ഹമാസ് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് ചില ആളുകളുടെ മൃതദേഹം തന്നെ, സൈനികരുടെ മൃതദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ആ മൃതദേഹം അവരെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് സൈനികർക്ക് തന്നെ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അതേക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല, എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് കുറഞ്ഞ സൈനികരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് എവിടെ റിപ്പോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ IDF ഒരു രീതിയിലൂടെ നീങ്ങുന്നു, സർക്കാർ മറ്റൊരു രീതിയിൽ നീങ്ങുന്നു. സർക്കാരിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന പഠനം കൃത്യമായി പഠിക്കാത്ത സാഹചര്യ കാരണത്താൽ അവർക്കത് വേണ്ട രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിന് അഫ്ഗാനിസ്ഥാനാണ് ഉദാഹരണം പറഞ്ഞത്. സംഭവം അഫ്ഗാനിസ്ഥാനിലെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടെ അമീർ കർസായുടെ നേതൃത്വത്തിലുള്ള ശക്തമായിരിക്കുന്ന ഭരണ സംവിധാനം ഉണ്ടാക്കുന്നതിൽ അമേരിക്ക വിജയിച്ചിട്ടുണ്ട്. പക്ഷെ നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. 10-15 വർഷത്തോളമാണ് ഏകദേശം അമീർ കർസായും അദ്ദേഹത്തിൻ്റെ സഹോദരനും അവിടെ ഭരണം നടത്തിയത്. അപ്പോൾ താലിബാൻ അപ്പാടെ തന്നെ തുടച്ചു നീക്കപ്പെട്ടു. അത് ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ലോകം മുഴുവൻ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സമീപിക്കുന്നത്. താലിബാൻ ഭീകര സംഘടന എന്ന രീതിയിൽ. അപ്പോൾ ഇവർ ചെയ്ത താലിബാൻ വിഭാഗം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ മറ്റ് മല ഇടുക്കുകളിലൊക്കെ കയറിയിട്ട് തായ്വാരം കുന്നിൻ പ്രദേശവും ആൾതാമസമില്ലാത്ത ഏരിയകൾ നോക്കിയിട്ട് ഇവർ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ടാക്കി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാതെ പോയതാണ് താലിബാൻ വീണ്ടും അധികാരത്തിൽ വരാൻ കാരണം. അവർ ശക്തി സംഭരിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നിലവിലുള്ള ഭരണ സംവിധാനത്തെ അങ്ങനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അവർ അധികാരത്തിലേറി. അതോടുകൂടി ഏകദേശം 25,000 അമേരിക്കയുടെ സൈനികർ ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. അവരുടെ ജീവന് പോലും ഭീഷണിയായി. അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നീട് ഖത്തറിൻ്റെ സഹായം തേടിയിട്ട് ഒരു മധ്യസ്ഥ കരാർ പ്രകാരമാണ് ഈ പറയപ്പെട്ട അമേരിക്കയുടെ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ രണ്ടാമത് പിടിച്ചെടുക്കപ്പെട്ട താലിബാന്റെ സർക്കാരിൽ നിന്ന് അവർ മോചിക്കുന്നത്. അപ്പോൾ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചില സൂചനയുടെ ഭാഗമായിട്ട് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നു. എങ്ങനെയാണ് അത് കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഗസ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന പഠനം നടത്താത്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ സൈനികരായിട്ട് ഗസയിൽ യുദ്ധം ചെയ്യുന്നത്. മാത്രവുമല്ല അതിൽ യുദ്ധം ചെയ്യുന്നവർ യുദ്ധപരിചയമില്ലാത്തവരാണ് കൂടുതലും. ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് 19-20 വയസ്സുള്ള ഈ മരണപ്പെടുന്ന ഇസ്രായേൽ സൈനികരുടെ വയസ്സൊക്കെ നോക്കുന്ന സമയത്ത് 19 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സ് ആ റേഞ്ചിലാണ് വരുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതലും ഇപ്പോൾ വേഷം ധരിച്ചുകൊണ്ട് യുദ്ധമുഖത്തുള്ളത്.
അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിരിക്കുന്ന ഒരു പ്രാക്ടിക്കലൊന്നും അവർ കിട്ടിയിട്ടില്ല. കിട്ടുന്നതിനെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് മാത്രം. നേരെ മറിച്ച് അവിടെ ഉള്ള പ്രതിരോധിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമിശാസ്ത്രം കൃത്യമായ രീതിയിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഒളിഞ്ഞു നിന്നും തെളിഞ്ഞു നിന്നും ഒക്കെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടത്തിലും സാധിക്കാത്തത് കൊണ്ടാണ് ഗസ വീണിരിക്കുന്നു, ഞങ്ങളുടെ അധികാരത്തിൽ വരുന്നു, അല്ലെങ്കിൽ അവരെ തുടച്ചു നീക്കിയിരിക്കുന്നു, അവർ കീഴടങ്ങിയിരിക്കുന്നു, ആയുധം വെച്ച് കിട്ടിയിരിക്കും, ഇങ്ങനെയൊക്കെ കുറേ പ്രസ്താവനകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടതാണ്. പക്ഷെ ഒന്നും എവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സംഗതി ഗസക്കകത്ത് ഇസ്രായേൽ സൈനികരുണ്ട്, വൻ തോതിലുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് എപ്പോഴും നിരപരാധികളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞിട്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു രീതി മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളാണ്, ആഗ്രഹ പദ്ധതികളാണ്. ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കില്ലെന്ന് IDF പറഞ്ഞതോടുകൂടി സർക്കാരും IDF-ഉം രണ്ട് തരത്തിലാണ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്നത് എന്ന് വ്യത്യസ്ത മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.